പണ്ട് സോക്രട്ടീസ് യൂത്തിഫ്രോയോട് ചോദിച്ചതാണ്, ദൈവം കൽപ്പിക്കുന്നത് കൊണ്ടാണോ ഒരു കാര്യം നന്മയാകുന്നത്, അതോ ആ കാര്യങ്ങളൊക്കെ സ്വതവേ നന്മയായതുകൊണ്ട് ദൈവം കൽപ്പിക്കുന്നതാണോ? യൂത്തിഫ്രോയ്ക്ക് ഉത്തരവില്ലായിരുന്നു. എങ്ങനെ ഉത്തരം പറഞ്ഞാലും പണി പാളും. ഡിവൈൻ കമാൻഡ് തിയറി അവിടെ പൊളിയുകയാണ്. തത്വശാസ്ത്രത്തിൽ ഇതിനെ യൂത്തിഫ്രോ ഡിലമ്മ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ ഇതിന് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. ക്രിസ്ത്യൻ തിയോളജി ഇതിന് എന്തുത്തരമാണ് നൽകുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുൻപ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തെ ഒരല്പം ആഴത്തിൽ പരിശോധിക്കാം. ഈ ഒരു പ്രോബ്ലത്തിന് 2 ഹോൺസ് ആണുള്ളത്. ആ 2 വശത്തെയും നമ്മളൊന്ന് പരിശോധിക്കും. ദൈവം കൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു കാര്യം നന്മയോ തിന്മയോ ആകുന്നതെങ്കിൽ ധാർമ്മികത ഒബ്ജക്റ്റീവ് അല്ല. ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ഒബ്ജക്റ്റീവ് മൊറാലിറ്റി. നാളെ ഇപ്പം ദൈവം പറയാണ്, ആ കൊലപാതകം ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, നിങ്ങൾക്ക് കൊലപാതകം ആവാം എന്ന് പറഞ്ഞാൽ കൊലപാതകം ശരിയാവുമോ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ ദൈവത്തെ തോന്നുംപടി നിയമങ്ങൾ നൽകുന്ന ഒരു ആർബിട്രറി ലോ ഗീവറായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇനി നേരെ തിരിച്ച് ഒരു കാര്യം സ്വതമേ നന്മ ആയതുകൊണ്ടാണ് ദൈവം അത് കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാലോ? അപ്പോൾ ദൈവത്തിന് മുകളിലാണ് ഈ മോറൽ സ്റ്റാൻഡേർഡ്സ്, അതായത് മൊറാലിറ്റി ദൈവത്തെക്കാളും മുകളിലാണ് എന്ന് വരും. ഇവിടെയാണ് കൃത്യമായ ഒരു ഉത്തരം നൽകാതെ യൂത്തിഫ്രോ അവിടെ നിന്ന് പിൻവാങ്ങുന്നത്. ഈ പ്ലേറ്റോയുടെ ഈ ഡയലോഗ് ഒരു കൃത്യമായ ഉത്തരത്തിലല്ല അവസാനിക്കുന്നത്. അപ്പോറിയ എന്ന് പറയും, അതായത് കൃത്യം വഴിമുട്ടിയ ഒരവസ്ഥ. സംവാദത്തിൻ്റെ അവസാനം സോക്രട്ടീസിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ലാതെ യൂത്തിഫ്രോ അവിടെ നിന്ന് പിൻവാങ്ങുന്നു. ഇനി ക്രിസ്ത്യൻ തിയോളജി ഇതിനെ എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാർമ്മിക നിയമങ്ങൾ പലതരമുണ്ട്. എല്ലാ നിയമങ്ങളും ഒരേപോലെയല്ല. ആദ്യത്തേത് അബ്സല്യൂട്ട് മോറൽസ്. ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്. ഉദാഹരണത്തിന് സ്നേഹിക്കുക, സത്യം പറയണം, കൊല്ലരുത്. ഈ നിയമങ്ങളൊന്നും ഒരിക്കലും മാറില്ല. ഉദാഹരണത്തിന് ആബേലിനെ കയൻ കൊല്ലുന്നത് തെറ്റായി മാറുന്നത് അതിനു മുൻപ് കൊല്ലരുത് എന്നൊരു കൽപ്പന ദൈവം നൽകിയതുകൊണ്ടല്ല. അങ്ങനെ ഒരു കൽപ്പന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് തെറ്റ് തന്നെയാണ്. ഇതിനെ നമ്മൾ ഇൻട്രിൻസിക് ഈവിൾ എന്ന് വിളിക്കും. ഇത്തരം കാര്യങ്ങൾ തെറ്റാണെന്ന് അറിയാൻ പ്രത്യേകിച്ച് ഒരു നിയമത്തിൻ്റെ ആവശ്യമില്ല. ഇത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട നിയമമാണ്. ഉദാഹരണത്തിന് കൊല്ലുന്നവൻ അറിയാം അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന്, നുണ പറയുന്നവൻ അറിയാം അവൻ പറയുന്നത് നുണയാണെന്ന്, ചതിയും വഞ്ചനയും ശീലമാക്കിയാൻ അറിയാം ഇതൊക്കെ തെറ്റാണെന്ന്. ഇൻട്രിൻസിക് ഈവിളായിട്ടുള്ള കൊലപാതകം, വഞ്ചന തുടങ്ങിയവ ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്വഭാവത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അത് എല്ലാ കാലത്തും തിന്മയാണ്. ദൈവം ഒരിക്കലും ഇവ ചെയ്യാൻ കൽപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇറ്റ് കോൺട്രഡിക്ട്സ് ഹിസ് ഓൺ നേച്ചർ. കാരണം ദൈവത്തിന് തൻ്റെ തന്നെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് പെരുമാറാൻ സാധിക്കില്ല. യൂത്തിഫ്രോ ഡിലമയിൽ മൊറാലിറ്റി അബ്സല്യൂട്ട് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം, ദൈവത്തെക്കാൾ ഉന്നതമായൊരു മോറൽ സ്റ്റാൻഡേർഡ് ഇവിടെയുണ്ട്, ദൈവത്തെയും ബൈൻഡ് ചെയ്യുന്ന ഒരു മോറൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നതായിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ തിയോളജിയിൽ ആ മോറൽ സ്റ്റാൻഡേർഡ് ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത ഇത്തരം പ്രവൃത്തികളാണ് ഇൻട്രിൻസിക് ഈവിൾ. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമായ ഇത്തരം ധാർമ്മികതയാണ് നമ്മൾ അബ്സല്യൂട്ട് മോറൽസ് എന്ന് വിളിക്കുന്നത്. ഇത്തരം നിയമങ്ങൾ ഒരു കാലത്തും മാറുകയില്ല. In Christian theology, God is not just a lawmaker who picks rules. God's own unchanging nature is the standard of goodness itself. Moral rights are reflections of his own character and wrongs are deviations from it. ക്രിസ്തീയ ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവം തോന്നുംപടി നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആർബിട്രറി ലോ ഗീവർ അല്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവം തന്നെയാണ് നന്മയുടെ അളവുകൾ. ശരിയായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. തെറ്റായ കാര്യങ്ങൾ ആ നന്മയിൽ നിന്നുള്ള വ്യതിയാനമാണ്. എന്നാൽ എല്ലാ നിയമങ്ങളും അബ്സല്യൂട്ട് അല്ല കേട്ടോ. ചില നിയമങ്ങൾ മാറ്റമുള്ളവയാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യനെ പരമമായ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി നൽകുന്ന ചട്ടങ്ങളാണിവ. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ ചട്ടങ്ങളിൽ മാറ്റം വരാം, എങ്കിലും അതിന് പിന്നിലെ ധാർമ്മിക ലക്ഷ്യങ്ങൾ മാറുന്നില്ല. ഇതിനെ നമ്മൾ പോസിറ്റീവ് ലോസ് എന്ന് വിളിക്കാം. ഇത്തരം നിയമങ്ങൾ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉള്ളതുകൊണ്ടാണ്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയും മാറ്റമില്ലാത്ത സ്വഭാവവുമാണ് ചില നിയമങ്ങളുടെ അടിസ്ഥാനം. ഈ നിയമങ്ങൾക്ക് മാറ്റമില്ല. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ദൈവം മനുഷ്യ നന്മയ്ക്കായി നൽകുന്ന കൽപ്പനകളുമാണ്. അതായത് ചില കാര്യങ്ങൾ സ്വഭാവേന തെറ്റായതുകൊണ്ടും ദൈവത്തിൻ്റെ
പരിശുദ്ധമായ സ്വഭാവത്തിന് ചേരാത്തത് കൊണ്ടും ദൈവം അത് വിലക്കുന്നു. മറ്റ് ചിലതാകട്ടെ ദൈവം വിലക്കിയത് കൊണ്ട് മാത്രം തെറ്റായിത്തീരുന്നു. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് നിയമനിർമ്മാണ പ്രക്രിയയിൽ ദൈവം മനുഷ്യന് നൽകുന്ന പങ്കാളിത്തത്തെക്കുറിച്ചാണ്. സാമൂഹിക ക്രമത്തിനും ക്രമസമാധാനത്തിനും ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകുന്നുണ്ട്. ഇതിനെയാണ് ഡെലിഗേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇസ്ലാമിക ക്രൈസ്തവ ദൈവശാസ്ത്രങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇസ്ലാമിക ദൈവശാസ്ത്ര പ്രകാരം അള്ളാഹു മാത്രമാണ് ഏക നിയമദാതാവ്. അവിടെ നിയമനിർമ്മാണത്തിൽ മനുഷ്യന് സ്വതന്ത്രമായ ഒരു അധികാരമില്ല. മനുഷ്യന്റെ അധികാരം ശരീഅത്തിന്റെ പരിധിക്കുള്ളിൽ മാത്രമാണ്. എന്നാൽ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ മനുഷ്യൻ ദൈവത്തിന്റെ പങ്കാളിയായി നിന്നുകൊണ്ട് തന്നെ സാമൂഹിക നിയമങ്ങൾ നിർമ്മിക്കുന്നു. ഈ ഒരു ദൈവശാസ്ത്രപരമായ വ്യത്യാസമാണ് ജനാധിപത്യത്തോടുള്ള കാഴ്ചപ്പാടിനെയും മാറ്റുന്നത്. നിയമനിർമ്മാണ സംവിധാനം ജനങ്ങളിൽ നിക്ഷിപ്തമായ ജനാധിപത്യ സംവിധാനം ക്രൈസ്തവ മൂല്യങ്ങളുമായി ചേർന്ന് പോകുന്നതിന്റെ കാരണവും ഇതാണ്. എന്നാൽ നിയമനിർമ്മാണാധികാരം ദൈവത്തിന് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിക നിയമസംഹിതയ്ക്ക് ജനാധിപത്യത്തിന്റെ ഈ അടിസ്ഥാന തത്വവുമായി പൂർണ്ണമായി യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. ഇസ്ലാം ഈസ് ഫണ്ടമെന്റലി ഇൻകോമ്പാറ്റബിൾ വിത്ത് ഡെമോക്രസി. ചുരുക്കത്തിൽ നിയമനിർമ്മാണത്തിൽ മനുഷ്യനുള്ള ഈ പങ്കാളിത്തം അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിനാണ് ജനാധിപത്യവും തിയോക്രസിയും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം യുത്തിഫ്രോ ഡിലമയ്ക്ക് ക്രൈസ്തവ ദൈവശാസ്ത്രം നൽകുന്ന ഉത്തരം നമ്മൾ വിലയിരുത്താൻ. സോക്രട്ടീസ് ഉയർത്തിയ വിഖ്യാതമായ ചോദ്യത്തിന് ക്രൈസ്തവ ദൈവശാസ്ത്രം നൽകുന്ന ഉത്തരം വളരെ ലളിതമാണ്. നന്മ എന്നത് ദൈവത്തിന് പുറത്തുള്ള ഒന്നോ അല്ലെങ്കിൽ ദൈവം തോന്നും പോലെ കൽപ്പിക്കുന്ന ഒന്നോ അല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ തന്നെ മാറ്റമില്ലാത്ത സ്വഭാവമാണ്. ദൈവം വെറുമൊരു നിയമദാതാവ് മാത്രമല്ല, മറിച്ച് നന്മയുടെ ഉറവിടം തന്നെയാണ് എന്ന ഈ തിരിച്ചറിവ് മനുഷ്യന്റെ വിവേകത്തെയും സ്വാതന്ത്ര്യത്തെയും ആദരിക്കുന്ന ഒരു ജീവിത വീക്ഷണമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യന്റെ ജനാധിപത്യപരമായ അവകാശങ്ങളും ഒരേപോലെ കൊണ്ടുപോകുന്നത് ഒരു വൈരുദ്ധ്യമല്ല, മറിച്ച് ക്രൈസ്തവ ബോധ്യങ്ങളുടെ സ്വാഭാവികമായ ഒരു തുടർച്ചയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.